തുടങ്ങിക്കോളൂ സനി സാർ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സനേഷ് കുമാർ. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. വർക്ക് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറാണ്. വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് 22ാമത്തെ ബാച്ചിലാണ് ഞാൻ ഇപ്പം മെമ്പറായിരിക്കുന്നത്. വിംബിൾ അക്കാദമിയുടെ കീഴിലുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ അവതാരകരായിട്ട് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഫോബിയയാണ്. ഫോബിയനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഇവിടെ അനസാർ വന്നിട്ടുണ്ട്. വിംബിൾ അക്കാദമിയുടെ എൻ്റെ 3ാമത്തെ കോഴ്സാണ് ഞാനിത് ചെയ്യുന്നത്, പ്രൊഫഷണൽ ട്രെയിനറായിട്ട് ചെയ്യുന്നത്. എനിക്ക് ആദ്യം തന്നെ എന്നെ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ടൈപ്പിംഗാണ് ഞാൻ ചെയ്യാറ്, വോയിസ് ഫോർവേഡ് ചെയ്യാറില്ല. ഈ ട്രെയിനർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് വോയിസൊക്കെ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ വിംബിൾ അക്കാദമിക്ക് കൊടുക്കാണ്, അനസാറിനും പിന്നെ നമ്മുടെ അവസരമേമൻ്റെ ഒരു കരുത്തോടു കൂടിയാണ് എനിക്ക് അതിനെ വോയിസ് ഇടാനുള്ള ഒരു ശക്തി ലഭിച്ചത്. വിംബിൾ അക്കാദമിയുടെ എല്ലാ കോഴ്സിലേക്കും എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുകയാണ്. അവിടുത്തെ ഓരോ സ്റ്റാഫും വളരെ നല്ല രീതിയിൽ സപ്പോർട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്യുന്നത് അനസാറാണ്. അനസാറിനെ കുറിച്ച് 2 വാക്ക് പറയാം. അദ്ദേഹം സൗദി അറേബ്യയിലൊരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ലെക്ചറാണ്, പബ്ലിക് സ്പീക്കറാണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്, അതിലുപരി ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. സാധാരണ നമ്മളെല്ലാവരും ജോലി കഴിഞ്ഞാൽ വീട്ടുകാരായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് നോക്കാറ്. പക്ഷേ അനസാർ നേരെ തിരിച്ചാണ്. ജോലി കഴിഞ്ഞ് ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങും സ്കിൽ. അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് അനസാറിന് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാറ്. മറ്റുള്ളവരെ സേവിക്കാനുള്ളൊരു മനസ്സ്, അതാണ് ഏറ്റവും വലിയത് വേണ്ടത്. അത് അനസാറിന് വളരെയധികം ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു സെക്ഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അനസാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു ഫീഡ്ബാക്ക് അനസാറിന് കൊടുക്കണം, എങ്കിൽ മാത്രമേ അനസാറിൻ്റെ ഈ ക്ലാസ് ഫുള്ളാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ക്ലാസ് ലീഡ് ചെയ്യാൻ വേണ്ടി അനസാറിനെ ക്ഷണിക്കുന്നു. അനസാർ, പ്ലീസ് കം. Thank you, Sai sir. Good evening, everyone. ഗുഡ് ഈവനിങ്. Good evening, sir. Good evening. എല്ലാവരും ലൈവിൽ വരണേ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്നറിയാമല്ലോ? ഏതാ ടോപ്പിക്? ഫോബിയ. ഫോബിയ അല്ലേ? എനിക്കൊരു ഫോബിയ ഉണ്ട്. ക്യാമറയിൽ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫോബിയാണ്. അതുകൊണ്ട് വീഡിയോയിൽ എല്ലാവരും വരാൻ നോക്കുക. ആൾക്കാരെ കാണാതെ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഫോബിയാണ് കേട്ടോ. അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും, ചില സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, വീഡിയോയിൽ വരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കഴിയുന്നവരെല്ലാവരും വീഡിയോയിൽ വരാൻ നോക്കുക. എൻ്റെ ഫോബിയ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. ഞാൻ ഫോബിയാസിൻ്റെ ക്ലാസ് എടുക്കും. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഓഡിബിൾ അല്ലേ? എന്നെ കാണാനും കേൾക്കാനും ഒക്കെ എല്ലാവർക്കും നല്ലപോലെ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം, വെബിനാറിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഈ ഒരു ഫോബിയ എന്നുള്ളൊരു ടോപ്പിക്ക് എടുത്ത് വെബിനാറിൽ എടുക്കാൻ ചൂസ് ചെയ്ത സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? 10 മണിക്ക് ശേഷം പുറത്ത് ഇറങ്ങാൻ പേടിക്കുന്ന, ഇരുട്ടിനെ പേടിയുള്ള ഞാൻ എന്തിനാണ് ഈ ഫോബിയയുടെ ക്ലാസ് എടുക്കുന്നതെന്നാണ് എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചത്. അതായത് ഇരുട്ടിനെ എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ പേടിയായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ ആ ഒരു പേടി ഞാൻ മാറ്റിയെടുത്തിട്ട് ഞാൻ ഇപ്പം ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഫോബിയ തന്നെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എനിക്കത് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫോബിയാസ്, ഏതെങ്കിലും ടൈപ്പിലുള്ള ഫോബിയാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണെന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളിലേക്ക് തുറന്നു പറയുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഫോബിയാസ് ഇല്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു ആരുമില്ല എന്ന്. ഈ കൂട്ടത്തിൽ ഫോബിയാസിനെ ഇഷ്ടപ്പെടാതെ, അല്ലെ, ഫോബിയാസ് ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഫോബിയാസ് ഇല്ലാത്തതായിട്ട്? എനിവൺ ചാറ്റിൽ പറയാം, യെസ് ഓർ നോ, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് പറയാം. ചന്ദ്ര മാം, ഏതെങ്കിലും തരത്തിലുള്ള ഫോബിയാസ് ഇല്ലാതായിട്ടുണ്ടോ? മൈക്ക്. ഉണ്ട് സർ. ഫോബിയാസ് ഉണ്ട് അല്ലേ? Some sort. എന്ത് ഫോബിയാണെന്ന് ഞാൻ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് പറയാം ഫോബിയാസ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. Yes, ഉണ്ട് സർ. ചാറ്റിൽ വന്നിട്ടുണ്ട്, കുറെ ആൾക്കാർ ചാറ്റിൽ റിപ്ലൈ ചെയ്തു ആ ഫോബിയാസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു
ഫോർ ദ റെസ്പോൺസ്. ചന്ദ്ര മാം, താങ്ക് യു. അപ്പം ഫോബിയാസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പൊ ഈ ഫോബിയാസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. പേടിയെന്ന് കേട്ടിട്ടുണ്ടോ? ഫിയർ, ഫിയർ, ഫോബിയാസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് വ്യത്യാസം? കേൾക്കുന്നില്ല, Phobia, പറഞ്ഞോ. it is രണ്ടും something which ഒന്നാണോ? is continuous. No, they are two different things, sir. Two difference. What's the difference between phobias and fear? Irrational fear, fear, phobia. Okay. നെസ്ല പറഞ്ഞു ഇറേഷണൽ ഫിയർ, ഫോബിയ. എന്താണ് ഇറേഷണൽ ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പം ഫിയർ എന്ന് പറയുന്നത് എന്താണ്, ഫോബിയസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെ രണ്ട് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ എന്താണ്, വ്യത്യാസം എന്താണ്? അനിവ പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, എന്നാലും ആൻസർ പറഞ്ഞോ. അതിന് ആരും ഫിയർ ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഫോബിയ എന്ന് പറയുന്നത് അതൊരു ആ, ഒരു രോഗ അവസ്ഥയായിട്ട് മാറും. ഫോബിയ ഫിയർ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് രോഗാവസ്ഥയായിട്ട് മാറും. ആ ഫിയർ എന്ന് ഫിയർ എന്ന് പറയുമ്പോൾ പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു പേടി, അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതെയാകും. ഇല്ലാതെയാണ്. ഓക്കെ, താങ്ക് യു ഫജ്റനിസ മാം, താങ്ക് യു ചന്ദ്ര മാം, Con- ആൻഡ് ഓൾസോ continuous fear ആണോ phobia, sir? കണ്ടിന്യൂസ് ഫിയർ ആണോ ഫോബിയ എന്നുള്ളത് നമ്മൾ ഈ ഒരു കേസ് കഴിയുമ്പോൾ മനസ്സിലായി, ഈ ഒരു വെബിനാർ കഴിയുമ്പോൾ Okay, ഏകദേശം ഒരു okay. ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ വിചാരിക്കുക, നമ്മൾ എപ്പോഴും പേടി എന്ന് പറയും. ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ സാഹചര്യത്തിനോടോ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷനാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ കാണും. ഇപ്പം നമുക്കറിയാം, ഒരു പാമ്പിനെ കണ്ടാൽ നമുക്ക് പേടിയില്ലേ? ഉണ്ടോ? ഉണ്ട്. പാമ്പിനെ കണ്ടാൽ പേടിയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ റൂമിൽ എവിടെങ്കിലും ഒരു ജസ്റ്റ് ഒരു കിച്ചണിൽ എവിടെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പാമ്പിനെ കാണുന്നു. ആ പാമ്പിനെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര പേടി വരും. അത് ഫിയറിനാണ്. പക്ഷേ റൂമിൽ ഒരു പാമ്പ് ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ പാമ്പ് വരുമോ 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 എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കുന്നതിനാണ് ഫോബിയ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഒബ്ജക്റ്റ് അവിടെ കാണില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ ഒരു അവിടെ പാമ്പ് വരുമോ. അത് ഫോബിയ കാറ്റഗറിയിൽ വെക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറ, പേടി നമുക്ക് ആവശ്യമാണോ? ചില ആവശ്യമാണ്. സമയങ്ങളിൽ ആവശ്യം എന്നാൽ വരും. അല്ലേ, പേടി ആവശ്യമല്ലേ? പക്ഷെ ഫോബിയാസ് ആവശ്യമാണ്, ആവശ്യമാണോ? ആവശ്യമാണ്. ഇനി ഫോബിയാസിനകത്ത് തന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട്. ഫോബിയാസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴാണ് നമുക്ക് ഈ ഫോബിയ കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ, കിച്ചണിൽ പാമ്പ് വരുമെന്ന് പേടിച്ച് കിച്ചണിലേക്ക് പോകാതിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥ നമ്മുടെ കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ദോഷമാണോ ഗുണമാണോ? ദോഷമാണ്. ദോഷമാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? കിച്ചണിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും നമുക്കത് ലൈഫിൽ ഭയങ്കര പ്രോബ്ലം ആയിട്ട് മാറും. അപ്പം അപ്പോഴാണ് ഫോബിയാസിന്റെ നെഗറ്റീവ് പ്രോബ്ലംസ് എല്ലാം നമ്മുടെ ലൈഫിൽ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽസിലേക്ക് വരും, ഫോബിയാസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഫോബിയ എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഏതൊക്കെ ടൈപ്പ് ഫോബിയാസ് ഉണ്ട്, അതിന്റെ റീസൺ ആൻഡ് സൊല്യൂഷൻസ്, ഇത് ഇത്രയും വരെ അല്ലേ? ഫോബിയ, ഇരുട്ടിനെ പേടി ഫോബിയ എന്ന് പറയും. ഇരുട്ടിനെ പേടി, ചാറ്റിൽ വന്ന നെസ്ലയുടെ ആൻസർ പറയാണ്, ഇരുട്ടിനെ ഉള്ള പേടിക്ക് ഫോബിയാസ് എന്ന് പറയുമെന്ന് അല്ലേ? ഇരുട്ടിനെ ഉള്ള പേടി അതല്ലേ ചോദിച്ചത്? ഒന്നുകൂടി ചാറ്റ് നോക്കോട്ടെ. ഇരുട്ടിനെ പേടി ഫോബിയ അല്ലേ സാർ, ബട്ട് ഇരുട്ട് അവിടെ ഇല്ലേ എന്ന്. ഓക്കെ, ശരിയാ, നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇരുട്ട് അവിടെ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ നമ്മൾ ഇരുട്ടിനെ പേടിയാന്നൊക്കെ പറയും അല്ലേ? പക്ഷെ അതൊരു ഫോബിയ കാറ്റഗറിയിലൂടെ വരും. അത് എന്താണ് എന്നുള്ളത് ചോദിക്കുന്നത്. നമ്മൾ നോർമലി ഇരുട്ടിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ഫോബിയ അല്ലേ? അല്ലേ? ഇരുട്ടിനെ എന്തിനാ പേടിക്കണ്ടേ? ഇരുട്ടിൽ ഏതെങ്കിലും രീതിയിൽ അപകടം പറ്റുമെന്ന് നമുക്ക് പേടിക്കാം, അല്ലാതെ ഇരുട്ടിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ റൂമിൽ ഞാനിരുന്ന് വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത്, ഈ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കാനായിരിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്നും ഇരുട്ടിലെ സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ ഒരു റൂം നിറയെ ഇരുട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കത് പേടി വരുവാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വേറൊരു സ്റ്റോറി പറയാം. ഒരു യുവാവ് ഒരു കാട്ടിലൂടെ നടന്നു പോകുമായിരുന്നു. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു മൃഗം ആക്രമിക്കാനായിട്ട് വരുന്നതായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഓടി. ആ കാട്ടിലൂടെ ഓടി 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 ദൂരെ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാല് തെറ്റി ഒരു ചെറിയ കുഴിയിലേക്ക് വീണു. ഒരു വലിയ കൊക്കയിലേക്ക് വീഴുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് അദ്ദേഹം ആ താഴോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു കയറിലെ ഒരു വള്ളി കിട്ടി.
ഈ വള്ളിയിൽ അദ്ദേഹം പിടിച്ചു നിന്നപ്പോൾ ലാസ്റ്റ് പിടിച്ചു നിർത്തിയേക്കോ ഈ വള്ളി പിടിവള്ളിയായിട്ട് കിട്ടി. പക്ഷെ ആ വള്ളി വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം താഴെ വീഴും, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ എന്തോ ഇത് ആ രാത്രി മുഴുവൻ രാവിലെ നേരം വെളുക്കുന്നിടം വരെയും ആ യുവാവ് ആ വള്ളിയിൽ തന്നെ പിടിച്ചു നിന്നു. പക്ഷെ രാവിലെ നേരം വെളുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നേരം വെളുക്കുന്ന ആ ഒരു ടൈമില് സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും വെട്ടം വീണപ്പോഴത്തേക്കും ആ യുവാവ് എന്ത് ചെയ്ത് താഴേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കാലിന്റെ എൻഡും താഴെയുള്ള ഭൂമിയുടെ ഇതും തമ്മിൽ ജസ്റ്റ് ഒരടി മാത്രമേ ഹൈറ്റ് ഉള്ളായിരുന്നു. ആ ആ ജസ്റ്റ് വള്ളിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ ജസ്റ്റ് താഴെ വീണാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് മാത്രമേ, ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ രാത്രി മുതൽ രാവിലെ വരെ ആ പിടിവള്ളിയിൽ നിന്നും പിടിച്ചു നിന്ന ആ യുവാവ് എന്തിനു വേണ്ടിയിട്ടാണ് പേടിച്ചത്? തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ പേടിച്ചു നിന്നു അല്ലേ? പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ പല പല റീസൺസും. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഫോബിയാസ് പോലും സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക, അത് ഭയങ്കര പ്രോബ്ലം ആണെന്ന് മനസ്സിൽ ഇങ്ങനെ ഇട്ട് വിചാരിച്ച് ഏറ്റവും അവസാനം ആ വിചാരിക്കുന്ന ടൈമിലുള്ള അത്രയും പ്രോസസ്സിങ് ടൈമിൽ നമ്മൾ അത് ഭയങ്കര രീതിയിൽ ഇമോഷണലി അതേപോലെ തന്നെ പല രീതിയിലും അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ ഈ ഫോബിയാസിന് കാരണമാകും. സോ നമുക്ക് എന്തായാലും സെഷനിലേക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫോബിയാസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ. ഫോബിയാസ്, ഇറേഷണൽ ഫിയേഴ്സ്, എന്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുക്തിരഹിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് പേടിക്കാണ് ഫോബിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ഫിയറും ഫോബിയയും തമ്മിലുള്ള ഡിഫറൻസ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫിയർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോടോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോടോ നമുക്ക് തോന്നുന്ന യുക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ ഫോബിയയോ ഒരു യുക്തിയും കാണില്ല. എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിറ്റുവേഷനോ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാരണങ്ങളുണ്ട് എങ്കിൽ അതിന് ഫോബിയസ് എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മെയിൻലി നമുക്ക് മൂന്നായിട്ട് ഫോബിയാസിനെ തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ഫോബിയാസ്, സെക്കൻഡ് വൺ കോംപ്ലക്സ് ഫോബിയാസ്, തേർഡ് വൺ സെപ്പറേഷൻ ആങ്സൈറ്റി. എന്താണ് സ്പെസിഫിക് ഫോബിയാസ്? ടുവേർഡ്സ് സബ്ജക്ട് സ്പെസിഫിക് ഒബ്ജക്ഷൻ ഓർ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോടോ തോന്നുന്ന ഫോബിയാസിനാണ് സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറയുന്നത്. നമ്മൾ അതും കാറ്റഗറൈസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് കോംപ്ലക്സ് ഫോബിയാസ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. നെക്സ്റ്റ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പെസിഫിക് ഫോബിയാസിനകത്ത് വരുന്നതാണ് ആനിമൽ ടൈപ്പ്, അതായത് അറാക്നോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ? അറാക്നോഫോബിയ സ്പൈഡേഴ്സിനെയൊക്കെ തോന്നില്ലേ? നമ്മൾ ഈ ചെറിയ ചിലന്തികളൊക്കെ കാണുമ്പോഴത്തേക്കും പേടി വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? ഈ കൂട്ടത്തിൽ ചിലന്തികൾ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലല്ലോ, എല്ലാവരും ഓക്കെ ആണോ? എല്ലാവർക്കും ആർക്കും ഒരു പേടിയില്ല? ചിലന്തി പേടിയുള്ള ആരും ഇല്ല? കേട്ടില്ല? ബാത്റൂമിൽ നിങ്ങൾ ജസ്റ്റ് കുളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ചിലന്തി ഇരിക്കുന്നു, ഒരു ഇതിനകത്ത് പേടിയുള്ള ആരും ഇല്ല? പേടിയുണ്ട് സർ, ബട്ട് ആസ് ഇറ്റ് സൈസ് ഇസ് സ്മോൾ, നമുക്ക് ബാക്കി ഉള്ളത് അത്ര ഫിയർ ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഫോബിയാസ് ആണ് ഉള്ളത്. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനകത്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒഫിഡിയോ ഫോബിയ, അതായത് പാമ്പുകളെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല? പാമ്പുകളെ പേടിയില്ലാത്തവരായിട്ട് ഈ കൂട്ടത്തിൽ ആരും കാണത്തില്ല. മെയിൻലി ഉള്ള ഫോബിയാസിനകത്തുള്ള ഒരു ഫോബിയസ് ആണ് പാമ്പുകൾ, ഒഫിഡോ ഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈനോഫോബിയ, അത് പട്ടികളെ പേടിയുള്ള, ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പട്ടികളെ പേടിയുള്ള ഫോബിയാസ് ആണ് സൈനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നാച്ചുറൽ എൻവയോൺമെന്റ് എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആനിമൽ ടൈപ്പ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ എൻവയോൺമെന്റുമായിട്ട്, പരിസ്ഥിതിപരമായിട്ടുള്ള ഫോബിയാസ് ഏതൊക്കെയാണെന്ന്. ആനിമൽസിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട് കേട്ടോ.
സൂഫോബിയ ഉണ്ട്. അതായത് പൊതുവായിട്ട് എല്ലാ മൃഗങ്ങളോടും തോന്നുന്ന ഫോബിയസ് ആണ് സൂഫോബിയ. നെക്സ്റ്റ് അരഗ്നോഫോബിയ, നേരത്തെ പറഞ്ഞ ചിലന്തികളോടുള്ള ഫോബിയാസ്. പിന്നെ ഒഫിഡിയോഫോബിയ, പാമ്പുകളോടുള്ള ഇപ്പം പറഞ്ഞത്. സിനോഫോബിയ, ഇപ്പൊ ഈ സൂചിപ്പിച്ച പോലെ തന്നെ നായ്ക്കളോടുള്ളത്. പിന്നെ എൻഡമോഫോബിയ, പ്രാണികളോടുള്ളത്. പിന്നെ എലിയോറോഫോബിയ, പൂച്ചകളോടുള്ള ഭയം. അങ്ങനെ ഒരുപാട് ടൈപ്പ് കാറ്റഗറീസിലുള്ള ഫോബിയാസ് ആനിമൽസിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ മാത്രമാണ് ഇന്ന് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഫോബിയാസ് കാറ്റഗറി വരുന്നതാണ് നാച്ചുറൽ എൻവയോൺമെന്റ്. അതിനകത്താണ് അക്രോഫോബിയ, അതായത് ഹൈറ്റിനെ പേടിയുള്ള ആൾക്കാർ. ചിലപ്പോൾ ഭയങ്കര ഹൈറ്റിനൊക്കെ ചെന്ന് വലിയ വലിയ മുകളിൽ 30 നിലയുടെയും അല്ലെങ്കിൽ 20 നിലയുടെയൊക്കെ മേളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫോബിയാസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ അക്രോഫോബിയ എന്ന് പറയുന്നത്. നമ്മൾ വണ്ടർലേയില്ലേ, വീഗാലാൻഡ്, അവിടെയൊക്കെ പോകുന്ന Yes. സമയത്ത് ഈ ഒരുപാട് ടൈപ്പിലുള്ള റൈഡ്സ് ഒക്കെ ഉണ്ട്. ഈ റൈഡ്സിൽ Giant കയറി wheel. ഞാൻ പല ആൾക്കാരും പേടിച്ച് മാറി നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അവർ പേടിച്ച് മാറി Giant നിൽക്കുന്നത്? അവർക്ക് അക്രോഫോബിയ ഉണ്ട് അല്ലേ? ചന്ദ്ര പറഞ്ഞു, ചന്ദ്രമ്മ. giant wheel. ജോയിന്റ് വീൽ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചെറിയ ഹൈറ്റിനെ പോലും പേടിയുള്ളവരുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ടൈപ്പ് ഓഫ് ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുമെന്ന് ഈ ക്ലാസ് എൻഡിൽ നമ്മൾ സൊല്യൂഷൻസും കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഫോബിയാസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ താല്പര്യമുള്ളവരൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ഫോബിയാസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്വാഫോബിയ ആണ്. അതിന്റെ നെക്സ്റ്റ് വൺ അക്വാഫോബിയ എന്ന് പറയുന്നത് പേരിനകത്ത് തന്നെ ഉണ്ട്. വെള്ളത്തിനെ സൂചിപ്പിക്കുന്നത്, അതായത് വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള പേടികളായിരിക്കും. ഇവർക്ക് ചിലപ്പോൾ വള്ളത്തിൽ, ബോട്ടുകളിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. നമുക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ ചിലവർ വിളിക്കുന്ന സമയത്ത് അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തന്നെ വെള്ളത്തിൽ പലതരത്തിലുണ്ട്. ചെറിയൊരു ഹൈറ്റുള്ള രീതിയിലുള്ള ഒരു വാട്ടർ ലെവൽ കണ്ടാൽ പോലും പേടിയുള്ളവരുണ്ട്. ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹൈറ്റിന് താഴെ നിൽക്കുന്ന ലെവലേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഭയങ്കര പേടിയായിരിക്കും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പേടിയുള്ളവർക്ക് വരുന്ന കാറ്റഗറീസ് ആണ് അക്വാഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിക്ടോഫോബിയ എന്ന് പറയുന്നത് ഇരുട്ടിനെ, നേരത്തെ സൂചിപ്പിച്ച പോലെ നൈക്ടോഫോബിയ എന്ന് പറയുന്നത് ഇരുട്ടിനെ പേടിയുള്ളതായിരിക്കും. ഇതൊക്കെ നാച്ചുറൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിറ്റുവേഷണൽ ടൈപ്പ് ആണ്. ഓരോ സിറ്റുവേഷനിലും ഉള്ളത് അതിനകത്ത് തന്നെ കാറ്റഗറീസ് ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സൂചിപ്പിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ഫോബിയാസ് എടുത്തിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് ഞാൻ പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലോസ്ട്രോഫോബിയ, ഈ ഇടുങ്ങിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആൾക്കാർ കൂടുതൽ നിൽക്കുമ്പോഴത്തേക്കും അടച്ചിട്ട റൂം അല്ലെങ്കിൽ ലിഫ്റ്റ്, ഇതൊക്കെ ഏത് കാറ്റഗറി വരുന്നതാണ്? ഇതൊക്കെ ഏത് കാറ്റഗറി വരുന്ന? ക്ലസ്ട്രോഫോബിയ. ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ഇല്ല അവിടെ, അതോ പോയോ? ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലേ എന്റെ ഫോബിയാസ് മാറത്തുള്ളൂ കേട്ടോ. പോലെ ഇടയ്ക്കും. ഓക്കെ, അപ്പൊ ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഇടുങ്ങിയ സ്ഥലം, ലിഫ്റ്റ്, ഇതിനകത്തൊക്കെ കയറാൻ പേടിയുള്ള പല ആൾക്കാരും ഉണ്ട്. അവർക്ക് പൊതുവെ ഉള്ള ഫോബിയാസ് ആണ് ക്ലസ്ട്രോഫോബിയ. നെക്സ്റ്റ് എയറോഫോബിയ. അത് ഈ പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം ഫ്ലൈറ്റിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഹൈറ്റിനായിട്ട് ബന്ധപ്പെട്ട് പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫോബിയാസിനകത്ത് വരുന്നതാണ് സിറ്റുവേഷൻ ടൈപ്പിൽ എയറോഫോബിയ എന്നുള്ളത്. നെക്സ്റ്റ് ബ്ലഡ് ഓർ ഇഞ്ചക്ഷൻ കാറ്റഗറീസ് വരുന്നത്. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടോ? സോറി, സ്ക്രീനിൽ കാണുന്നില്ലേ? ടൈപ്സ് ആ കാണുന്നത് സർ. ഇപ്പൊ ഏതാണ് സ്ക്രീനിൽ കാണുന്നത്? സെക്കൻഡ് സ്ലൈഡ് ആണോ? തേർഡ് സ്ലൈഡ് ആ കാണുന്നത് സർ. ഓക്കെ, തേർഡ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നേരത്തെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലഡ് ഇഞ്ചക്ഷൻ ഇൻഷുറി, ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഏതൊക്കെയാണ്? ഫസ്റ്റ് ആനിമൽ ടൈപ്പ് പറഞ്ഞു, സെക്കൻഡ് നാച്ചുറൽ പറഞ്ഞു, ഇനി തേർഡ് സിറ്റുവേഷണൽ ടൈപ്പ് പറഞ്ഞു, ഇനി ബ്ലഡ് ഇഞ്ചക്ഷൻ ഇൻഷുറി ഈ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിനെ പറയുന്നതാണ് ഹീമോഫോബിയ എന്ന് പറയുന്നത് ബ്ലഡ് കാറ്റഗറീസ് വരുന്നതാണ്. ചില സിനിമകളിൽ പോലും നമ്മൾ വലിയ വലിയ വില്ലന്മാരെയൊക്കെ കാണിക്കും അല്ലേ? ചില കോമഡിയിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വില്ലന്മാരൊക്കെ വന്നിട്ട് വലിയ ഇത് കാണിച്ചിട്ട് ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ വന്നു ചെറിയൊരു ബ്ലഡ് കാണുമ്പോഴേ തല ഇറങ്ങി വീഴുന്ന സീൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇല്ലേ? യെസ് സർ. യെസ് യെസ്. അത് ഈ ബ്ലഡ് ഇഞ്ചക്ഷൻ ഇഞ്ചുറി എന്ന കാറ്റഗറി വരുന്നത്. നെക്സ്റ്റ് ട്രൈപ്പനോഫോബിയ എന്ന് പറയുന്നത് ഇഞ്ചക്ഷന് പേടിയുള്ളവർക്കാണ് ഈ ട്രൈപ്പനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടൈപ്പിലുള്ള സ്പെസിഫിക് ഫോബിയാസ് ഉണ്ടെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോബിയാസ് ആണ്. ഈ ഫോബിയാസിന് ശേഷം എന്താണ് നമുക്ക് വരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ഒരു സെക്കൻഡ്. കോംപ്ലക്സ് ഫോബിയാസ് എന്തൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
ഇപ്പൊ നമ്മൾ നോക്കിയ സ്പെസിഫിക് ഫോബിയാസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് ഫോബിയാസ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് അഗ്രോഫോബിയ. അഗ്രോഫോബിയ എന്ന് പറയുന്നത് ഈ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്ന ഏരിയകളിലൊക്കെ പോകാൻ, ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള സ്റ്റേജുകളിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ ഒരു ഓഡിറ്റോറിയത്തിലോ ഒക്കെ പരിപാടി നടക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ വലിയ റെയിൽവേ സ്റ്റേഷനിൽ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തൊക്കെ ആൾക്കാർ കൂടുമ്പം, ചിലപ്പോൾ ഈവൻ ബസ്സിനുള്ളിൽ യാത്രക്കാർ കൂടിയാൽ, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് വരുന്നതാണ് അഗ്രോഫോബിയ. ഈ അഗ്രോഫോബിയ ഫീൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും പറയണ്ട കേട്ടോ, ചിലപ്പോൾ എല്ലാവരും ഓപ്പൺ ആയിട്ട് അവരുടെ ഫോബിയാസ് പറയാൻ മടിക്കുന്നവരുണ്ടായിരിക്കും. ഈ അഗ്രോഫോബിയ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി തന്നെയാണ്. നെക്സ്റ്റ് സോഷ്യൽ ഫോബിയാസ്. ഇതെന്ന് പറയുന്നത് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ. പൊതുവെ ഈ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം സഭാകമ്പം എന്നൊക്കെ പറയുന്നില്ലേ, അപ്പം ആ സഭാകമ്പം ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മറ്റുള്ളവർ എന്ത് പറയും, ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിച്ചാൽ ശരിയാവുമോ, അല്ലെങ്കിൽ അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നവർക്കാണ് സോഷ്യൽ ഫോബിയാസ് കാറ്റഗറിയിലേക്ക് വരുന്നത്. ക്ലിയർ ആണോ? Yes, sir. യെസ് ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഇത് നമുക്കറിയാം, ആങ്സൈറ്റി ഉത്കണ്ഠയാണെന്നറിയാം അല്ലേ. ഇത് പൊതുവേ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഇത് ബേസിക്കലി നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന കുട്ടികളില്ലേ. നമുക്കറിയാം ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ അമ്മമാരൊക്കെ എടുത്ത് ഇങ്ങനെ തോളി വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവരൊക്കെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഫാമിലി റിലേറ്റീവ്സ് ആവാം അല്ലെ നെയ്ബേഴ്സ് ആവാം, ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ച് അമ്മയെടുത്തോട്ട് പോകത്തില്ലേ. അത് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ടുള്ള ഫോബിയാസിൽ വരുന്നതാണ്. അതേപോലെ തന്നെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത്, ഇപ്പോൾ 1-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഈ നഴ്സറി സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവിടുമ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ട് തിരിച്ച് അമ്മയെടുത്തോട്ട് പോകത്തില്ലേ. അതെന്ന് പറയുന്നത് അവർക്ക് അവിടെ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് അമ്മയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്, അമ്മയിലേക്കോ അച്ഛനിലേക്കൊക്കെ അടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ആ ഫോബിയസ് എന്താണെന്ന് മനസ്സിലായല്ലോ. Yes, sir. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു സെക്കൻഡ്, ഈ ഫോബിയാസ് എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പിലുള്ള ഫോബിയാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫോബിയാസ് എവിടെ നിന്നാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഫോബിയാസ് ഉണ്ടാകുന്നതെന്നാണ് അന്ന് നോക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ഫോബിയാസ് വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു ഫോബിയ നമുക്ക് ഫീൽ ചെയ്ത്, ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ലിഫ്റ്റ് കയറാൻ പേടിയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം ലിഫ്റ്റ് കയറിയ സമയത്ത്, അതായത് ലിഫ്റ്റ് കയറാൻ പേടിയില്ല അദ്ദേഹത്തിന്, പക്ഷെ ലിഫ്റ്റ് കയറുന്ന സമയത്ത് കറണ്ട് പോയിട്ട് ഇലക്ട്രിസിറ്റി ലോസ് ആയിട്ട്, എന്നിട്ട് അവിടെ ജസ്റ്റ് അദ്ദേഹം ഒരു അരമണിക്കൂറോളം ആ ലിഫ്റ്റിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അദ്ദേഹത്തിന് അതുവരെ അറിയത്തില്ലായിരുന്നു ഈ ഒരു ഫോബിയ ഉണ്ട് എന്ന്. പിന്നീട് കറണ്ടൊക്കെ വന്നിട്ട് ഓക്കെ ആയി, എല്ലാം ശരിയായി, സെറ്റായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആ ഈ ലിഫ്റ്റ് കയറാൻ ഭയങ്കര പേടി. കാരണം എന്താ, വീണ്ടും കറണ്ട് പോവോ, ഞാൻ ഇതിനകത്ത് കുടുങ്ങി പോവോ, എനിക്ക് ശ്വാസം കിട്ടുമോ, എനിക്ക് പ്രോബ്ലംസ് വരുമോ എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അതാണ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. പിന്നെ പാനിക് അറ്റാക്സ്. പാനിക് അറ്റാക്സ് എന്താണെന്നറിയാവോ? എന്താണ് പാനിക് അറ്റാക്ക്? ഏതെങ്കിലും രീതിയിലുള്ള പാനിക് അറ്റാക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സിറ്റുവേഷനെ ഫിയറിലേക്ക്, ഫോബിയയിലേക്ക് കൊണ്ടുപോകും. അതായത് ജസ്റ്റ് പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെ ഫോബിയസിലേക്ക് കൊണ്ടുപോകും. പിന്നെ ജനറ്റിക് ആൻഡ് ലേൺഡ് ബിഹേവിയർ. ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പൊതുവെ ജനറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും നമ്മുടെ മാതാപിതാകാം അല്ലെങ്കിൽ തലമുറകളിൽ നിന്ന് വന്നിട്ടുള്ള ഫോബിയാസ് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കും കണ്ടിന്യൂസ്ലി മറ്റുള്ളവരിലേക്ക് ആ ഫോബിയാസിന്റെ കാറ്റഗറിയിലേക്ക് പോകും. പിന്നെ അതല്ലാതെ ലേൺഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാതാവിൽ നിന്നൊരു ഫിയർ ഉണ്ട്, ആ ഫിയർ കണ്ടു വളർന്ന കുട്ടികൾക്ക് പൊതുവെ ആ ഫിയർ കുട്ടികളിലേക്കും വരും. ഫാമിലിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൂടുതൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഫോബിയാസ് ഉണ്ടെങ്കിൽ ആ ഫോബിയാസ് തിരിച്ച് അദ്ദേഹത്തിന്റെ ലൈഫിലേക്കും വരും. അപ്പോൾ ഫ്രണ്ട്സിൽ നിന്ന് വരാം, ഫാമിലിയിൽ നിന്ന് വരാം, അങ്ങനെ ഏത് രീതിയിലുള്ള സറൗണ്ടിങ്ങിലും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സറൗണ്ടിൽ നിന്നും ഫോബിയാസ് വരാം എന്നുള്ളതാണ് ജനറ്റിക് ലേൺഡ് ബിഹേവിയർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ബ്രെയിൻ ഫങ്ഷൻസ്, നമ്മുടെ കെമിക്കൽ ചേഞ്ചസ്, ബ്രെയിനിലെ ന്യൂറോ ഡെവലപ്മെന്റിൽ സംഭവിക്കുന്ന ചേഞ്ചസുകൾ കൊണ്ട് ഫോബിയാസ് കാറ്റഗറീസ് കൊണ്ടും വരാവുന്നതാണ്. പിന്നെ ലോങ് ടൈം സ്ട്രെസ്,
ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് ഫോബിയാസ് വരാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ഹൗ ടു റെക്കഗ്നൈസ്, എങ്ങനെയാണ് ഈ നമുക്ക് ഫോബിയ ഉണ്ടെന്ന് തിരിച്ചറിവ്. എക്സസീവ് ഫിയർ ഓർ ആങ്സൈറ്റി, അമിതമായിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഉത്കണ്ഠയോ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോടോ എന്തിനെങ്കിലും അമിതമായിട്ട് എന്തെങ്കിലും ഒരു പേടി സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫിയർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, അവോയ്ഡൻസ് ടെൻഡൻസി. നേരത്തെ സൂചിപ്പിച്ചു, ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ആൾക്കാർക്ക് പിന്നീട് ലിഫ്റ്റ് കയറാൻ നേരത്ത് അവരവിടെ നിന്നും അവോയ്ഡ് ചെയ്ത് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തിക്ക് ഫോബിയ ഉണ്ട്, ലിഫ്റ്റ് കയറാനുള്ള ഫോബിയ ഉണ്ട്, അതുകൊണ്ട് ആ വ്യക്തി ലിഫ്റ്റിൽ കയറാത്തതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സിംറ്റംസ് കൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ ഫോബിയാസ് തിരിച്ചറിയാൻ പറ്റും. നെക്സ്റ്റ്, ഫിസിക്കൽ സിംറ്റംസ് ആണ്. അമിതമായിട്ട് നെഞ്ചിടിക്കുക, അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, അങ്ങനെ സ്റ്റൊമക് പെയിൻ ആയിട്ടുള്ള വരുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഫിസിക്കൽ സിംറ്റംസ് വഴിയും ഒരു വ്യക്തിക്ക് ഫോബിയ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നെക്സ്റ്റ്, മെന്റൽ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ്. ചിലപ്പം നേരത്തെ സൂചിച്ച പോലെ തന്നെ പാനിക് ആവുക, എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കണ്ടു കഴിഞ്ഞാലും ഇപ്പം അടഞ്ഞ റൂമിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഡോറ് ക്ലോസ് ആയിപ്പോയി, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ പറ്റും, പാനിക് ആവുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ഇരുന്ന് കരയുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റും, ഒരുപാട് ചിന്തിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ്, ഉറക്കം വരാതെ എന്തെങ്കിലും കിടക്കുവാണെങ്കിൽ, അങ്ങനെ പല രീതിയിലുള്ള ചാൻസ് വഴിയും നമുക്ക് മെന്റൽ സിംറ്റംസ് വഴിയും ആ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ഫോബിയാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും. നെക്സ്റ്റ്, അഫക്റ്റഡ് ഡെയിലി ലൈഫ്. ഇപ്പൊ ഫോബിയാസ് ഇപ്പം അദ്ദേഹം അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എങ്കിൽ അതും ഫോബിയാസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഫോബിയാസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് എങ്കിലും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് CBT ആണ്. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ അതെന്തുകൊണ്ടാ CBT വഴി ഏറ്റവും കൂടുതൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത്? എന്താ CBT കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? നെഗറ്റീവ് Yes, തോട്ട് ഏഹ് നെഗറ്റീവ് CBT തോട്ട് പോസിറ്റീവ് തോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടല്ലേ CBT ഉപയോഗിക്കാം? കേട്ടില്ല. നെഗറ്റീവ് തോട്ട് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കാം? യെസ്, നെഗറ്റീവ് തോട്ട് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBT ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ഫോബിയാസ് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? നെഗറ്റീവ് ഫോബിയാസ് തിങ്കിങ്, എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ഫോബിയാസ് ഉണ്ടാവുന്നത് എന്തിൽ നെഗറ്റീവ് നിന്നാ? തോട്ട്, നെഗറ്റീവ് തോട്ട്. നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ നമ്മുടെ ചിന്തകളെ മാറ്റി നമുക്ക് നല്ലൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ബിഹേവിയറിനെയും ചേഞ്ച് ചെയ്യാൻ CBT വഴി പറ്റും. അല്ല, CBTയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം തന്നെ അതാണ്, നമ്മുടെ ചിന്തകളെ മാറ്റാനുള്ളതാണ്. ഒരു സിറ്റുവേഷന് വരുവാണെങ്കിൽ ആ സിറ്റുവേഷനെ നമുക്ക് ആദ്യം തോട്ട്സ് ചേഞ്ച് ചെയ്യണം, അതുവഴി നമ്മുടെ ഇമോഷനിലെയും ബിഹേവിയർസിലെയും ചേഞ്ച് കൊണ്ടുവരുത്തുന്ന രീതിയാണ് CBT എന്നുള്ളത്. അപ്പോൾ CBT ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഗുഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട്. നെക്സ്റ്റ്, എക്സ്പോഷർ തെറാപ്പി. അതായത് ഏതെങ്കിലും രീതിയിലൊരു പേടിയുള്ള അല്ലെ ഫിയർ ആയിട്ടുള്ള ഫോബിയാസ് ഉള്ള കാറ്റഗറിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോട് പതുക്കെ പതുക്കെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഈ ഒരു അപ്രോച്ച്. ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പാമ്പിനെ കണ്ടാൽ അല്ലെ പട്ടിയെ കണ്ടാൽ പേടിയുള്ള ഒരാൾക്ക് ആദ്യം എന്ത് ചെയ്യും? പട്ടിയുടെ ഒബ്ജക്റ്റ് പതുക്കെ പതുക്കെ കാണിക്കുക. ആദ്യം TV-യിൽ പട്ടിയെ കാണിക്കുക, പിന്നെ ഫോണിൽ കാണിക്കുക, അങ്ങനെ പട്ടിയെ ദൂരെ നിന്ന് കാണിക്കുക, അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു ഒബ്ജക്റ്റിനോട് അടുപ്പിച്ച് കൊണ്ടുവരുന്ന രീതിയാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ശ്വാസം മുകളിലോട്ട് എടുക്കുക, ആ ഒരു ഡീപ്പ് ബ്രീത്തിങ്, ആ ഒരു സ്റ്റൈല്, പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, പിന്നെ മൈൻഡ്ഫുൾ യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ടെക്നിക്സ് ആണ്. പിന്നെ മെഡിക്കേഷൻസ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള ടാബ്ലറ്റുകളും ഇതിന് അവൈലബിൾ ആയിട്ടാണ്. സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമുക്ക് അതിനുള്ള ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ, മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് മാറുക. അത് ഹൈലി അത്രത്തോളം വലിയ ഫോബിയാസ് ഉള്ളവർക്കാണ് ആ ഒരു കാറ്റഗറീസ് ടാബ്ലറ്റ് എടുക്കേണ്ടത്. പിന്നെ ഫാമിലി സപ്പോർട്ട് കൊടുക്കുക. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രോബ്ലംസ് ആണെന്ന്, നമ്മുടെക്ക് ഫോബിയ ഇല്ല എന്ന് കരുതി അവർക്ക് ഫോബിയ അനുഭവിക്കുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അവരുടെ സിറ്റുവേഷൻ ആണ്, നമ്മൾ അവരെ മനസ്സിലാക്കുക, അവർ ആക്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെപ്പോഴും നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്.
പിന്നെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോബിയാസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു മെന്റൽ ഇഷ്യൂസും മാത്രമാണ്, ഒരു മാനസികമായിട്ടുള്ള ജസ്റ്റ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് മാത്രമാണ്. നമ്മൾ അതിനെ ഒരുപാട് വീക്കാക്കി നമ്മുടെ ലൈഫ് കളയേണ്ടതെന്നല്ല, അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഈ ഒരു ഫോബിയാസ് മാറ്റിയെടുക്കാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് പതുക്കെ പതുക്കെ ഈ ഫോബിയാസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കത് മാറ്റാവുന്നതാണ്. ഫോബിയാസ് ഉണ്ടെന്ന് കരുതി നമ്മുടെ ലൈഫിനെ എപ്പോഴാണ് നമ്മുടെ ലൈഫിനെ ഇത് ബാധിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, എപ്പോഴാണ് ലൈഫിനെ ഇത് ബാധിക്കുന്നത്? പറയൂ, നമ്മുടെ ലൈഫ് നോർമൽ റുട്ടീൻസ് മാറുമ്പോൾ, കേട്ടില്ല. ഡെയിലി ലൈഫ് റുട്ടീൻസ് നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ. ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ ഉള്ളതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഫോബിയാസിനെ പറ്റി ഏകദേശമുള്ള ഐഡിയാസ് ഒക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നു. ഇപ്പം ഒരു വ്യക്തിക്ക് ജോലി കിട്ടി. ഇപ്പൊ ഞാൻ എൻ്റെ പേര് തന്നെ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് വേറെ ആർക്കും ഒരു പ്രോബ്ലം തോന്നുന്നില്ലല്ലോ. എനിക്ക് ജോലി കിട്ടി, എനിക്ക് ലിഫ്റ്റ് കയറാൻ പേടിയാണ്. എൻ്റെ ജോലി കിട്ടിയ എൻ്റെ സ്ഥാപനത്തിലെ ഇന്റർവ്യൂവിനൊക്കെ പോയി പാസ്സായതിനു ശേഷം എനിക്ക് ജോലി കിട്ടിയ സ്ഥാപനം ദുബായിലെ 25th ഫ്ലോറിലാണ്. പക്ഷെ എനിക്ക് ലിഫ്റ്റ് കയറാൻ പേടിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഡെയിലി പോകുന്നത്. അപ്പൊ എനിക്കുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത്? ബോഡി പെയിൻ, പിന്നെ മുട്ടുവേദന, ആ ബോഡി പെയിൻ, പിന്നെ ആ കാൽമുട്ട് വേദന, ബോഡി പിന്നെ പെയിൻ, ക്ഷീണം, കാൽമുട്ട് വേദന, ക്ഷീണം, 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 സ്ട്രെസ്, സ്ട്രെസ്, പിന്നെ ടൈം ലോസ്. ടൈം ലോസ്. യെസ്, ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സനീഷ് പറഞ്ഞത്. താങ്ക് യു സനീഷ്. അതായത് ഏറ്റവും വലുതാണ് ടൈം ലോസ്. നമ്മൾ 9 മണിക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ട എനിക്ക് ആ ഒരു 25 ഫ്ലോറ് സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജസ്റ്റ് 8:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എങ്കിൽ എനിക്ക് ഇതേപോലെ 9 മണിക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പിന്നെ ഞാൻ എന്തായിരിക്കും എടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ്? എനിക്ക് അരമണിക്കൂറോളം സ്റ്റെപ്പ് മാത്രം കയറേണ്ട സമയം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും അത്രയും സമയം നേരത്തെ ഞാൻ ആ ഒരു ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ എന്റെ ടൈം അവിടെ ലോസ് ആവുക അല്ലേ? ഡെയിലി ഇതുപോലെ ലോസ് ആവുന്നുണ്ട്. ഈവനിങ്ങിലും അരമണിക്കൂർ ലോസ്. അപ്പൊ എന്റെ ഒരു ദിവസത്തെ 1 മണിക്കൂർ ആ ഫോബിയ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. ആണോ? യെസ് ഓർ നോ? ചാറ്റ് വഴി പറയാട്ടോ എല്ലാവരും. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചാറ്റ് വഴി പറയാം. ഓക്കെ, അപ്പം താങ്ക് യു നസ്യ. അപ്പം എൻ്റെ 1 മണിക്കൂർ അവിടെ ലോസ്. പിന്നെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്റ്റെപ്പ് കയറണം, എനിക്ക് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഡെയിലി ഈ പറഞ്ഞ പോലെ മുട്ടുവേദന വരും, ശരീരത്തിൽ വാക്കുകളുടെ പെയിൻ വരും, അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് വരും. ചിലപ്പം ശരിയാ, 1-2 സ്റ്റെയർ ഒക്കെ കയറുന്ന ചിലപ്പോൾ എക്സസൈസിന് നല്ലതാണ്, എങ്കിലും എല്ലാ സമയത്തും അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ ഒരു ഫോബിയ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു കമ്പനിയിൽ ഞാൻ ഇതുപോലെ ലിഫ്റ്റ് കയറേണ്ട ആവശ്യം വന്നാൽ പോലും കയറാതിരിക്കുമ്പോഴത്തേക്കും അവിടെ എൻ്റെ ലൈഫിനെ, എൻ്റെ ബിഹേവിയറിനെ പോലും ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ആ ഒരു സ്ഥാപനത്തിലും അല്ല ആ ഒരു ഓഫീസിലും ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടലി ആ ഒരു ഫോബിയസ് ഉള്ള ഞാൻ അതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറ്റാനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം അല്ലേ? പിന്നെ എല്ലാ ടൈപ്പ് ഫോബിയാസും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മള് ചിലത് ഫിയർ ആയിരിക്കും സർ, ഫോബിയ ആയിരിക്കില്ല, ജസ്റ്റ് ഫിയർ ആയിരിക്കും. ചില ഫോബിയാസ് ഉണ്ടെന്ന് വിചാരിക്കുമോ? ആ ഒരു ഫോബിയാസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? നമുക്കറിയാത്ത ഒരുപാട് ഫോബിയാസ് ഉണ്ട്. ചിലപ്പോൾ ചന്ദ്രമാമിന് പോലും അറിയത്തില്ല ചന്ദ്രമാമിന് അങ്ങനെ ഒരു ഫോബിയ ഉണ്ട് എന്ന്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും മാമിന് ആ ഒരു പേടി ഫീൽ ചെയ്യുന്നത്. ഇപ്പം മാം എനിക്ക് ഇപ്പോൾ ഒരു ഫോബിയ ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് ഫോബിയാസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിള് ഇതിനകത്ത് ഒരാളെ എടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എന്നെ തന്നെ വീണ്ടും എടുക്കുക, അനസ്. കാര്യം വേറൊരാളുടെ പേര് വരുത്തി പറയുന്നത് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ. അപ്പം ഞാൻ തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറണം അല്ലെ ഹെലികോപ്റ്റർ കയറാൻ പേടിയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഹെലികോപ്റ്റർ കയറി, ഫ്ലൈറ്റ് ഇവിടെ ഹെലികോപ്റ്റർ. അപ്പം ഹെലികോപ്റ്റർ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഫാൻ കാണാൻ പൊട്ടി വീഴുമോ, ഈ ഫാൻ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പറ്റുമോ, എനിക്ക് അപകടം പറ്റുമോ എന്നുള്ള ഒരു പേടി. പക്ഷെ എന്തോ ഒരു 1 ടൈം സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ ഹെലികോപ്റ്ററിൽ കയറിയത്. അപ്പം ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ ചിന്ത എന്താ?
ഈ ഹെലികോപ്റ്ററിന്റെ ഫാൻ ജസ്റ്റ് സ്റ്റോപ്പ് ആവോ? അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ കാണോ? പണ്ട് ഞാൻ ന്യൂസിലൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഹെലികോപ്റ്ററിന്റെ ഫാൻ ജസ്റ്റ് സ്റ്റോപ്പ് ആയിട്ട് അവിടെ അപകടം പറ്റി പൈലറ്റ് ഒക്കെ മരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പൊ സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അനുഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ഫോബിയ ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് യാത്ര കഴിഞ്ഞു, ഞാൻ തിരിച്ചു നേരെ എന്റെ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ആ ഫോബിയസ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇല്ല സർ, ബിക്കോസ് നമ്മളെ ഡെയിലി ലൈഫിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രല്ലേ യെസ്. നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ട ഓക്കെ, ആവശ്യമുള്ളൂ. താങ്ക് യു രഹന. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചതും. അതായത് ഞാൻ വീണ്ടും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പോകുന്നില്ല. എന്റെ ലൈഫിൽ ഇനി ആ സിറ്റുവേഷൻ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും വരാൻ. പിന്നെ ഞാൻ എന്തിനാ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ നമുക്കുള്ള എല്ലാ ഫോബിയാസിനെയും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. നമുക്ക് എന്താണോ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടാണോ എന്ന് നമുക്ക് തോന്നുന്നത് അതിനെ മാത്രം നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട്. ഇപ്പം ജസ്റ്റ് ആരായിരുന്നു പറഞ്ഞത്, പേരൊന്ന് സൂചിപ്പിക്കാം. രഹന സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ എപ്പോഴാണോ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലംസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമ്മുടെ ലൈഫിൽ നിരന്തരം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ലിഫ്റ്റിന് പേടിയുള്ള ആൾക്കാർക്ക്, ഇനി ആൾക്കൂട്ടത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക്, ചിലപ്പോൾ ട്രെയിനകത്ത് യാത്ര ചെയ്യാൻ, ബസ്സിനകത്ത് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നിരന്തരം ബസ്സിൽ യാത്ര ചെയ്തേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കതിനെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പറ്റൂ. ഇതിനകത്ത് പല ആൾക്കാരും പല രീതിയിലുള്ള ഫോബിയാസും അനുഭവിക്കുന്നവരാണ്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ എന്നെ കൗൺസിലിങ്ങിന് സംബന്ധമായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു ഫോബിയാസ് വെച്ചിട്ട്. കാര്യം അദ്ദേഹത്തിന് ഒരു ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടീവായിട്ടാണ്, സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തന്റെ ക്ലയന്റിന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് പലരെയും കോൺടാക്ട് ചെയ്യുമ്പോൾ പലരെയും അഡ്രസ്സ് കൊടുത്ത് ഫോൺ വിളിച്ചിട്ട് അവിടെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ പല പല ഫ്ലോറുകളിലാണ് ഈ ആൾക്കാരുള്ള ഓഫീസുള്ള. പക്ഷെ ലിഫ്റ്റിൽ കയറാൻ പേടിയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും? നിരന്തരം എല്ലായിടത്തും ചെന്ന് സ്റ്റെപ്പ് കയറി മേളിൽ അവർ ഓഫീസിൽ ചെന്നിട്ട് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ റിസപ്ഷനിലോട്ട് ചെന്നിട്ട് ആരെ കാണാനാ? ഇന്നയാളെ കാണാനാ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ കിടപ്പായിരിക്കും. പിന്നെ ആ കയറി അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ശരീരം മൊത്തം വിയർക്കും. അപ്പം പ്രോപ്പറായിട്ട് ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, ഇംപ്രഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലായി പോകും. മീൻസ് വിയർത്ത് ഒക്കെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ജോലിയെ അത് ബാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ മെയിൻ കാരണം എന്താണ്? നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ തോട്ട്സ് ആണ്, നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാവോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കും. ഇതിനകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാരും കണ്ണടയ്ക്കല്ലേ. ചിലപ്പോൾ ചിലവരൊക്കെ ഡ്രൈവിങ്ങിലൊക്കെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ച്. ക്യാമറ ഓൺ ആക്കാത്തവര് കണ്ണടയ്ക്കാതിരിക്കരുത്, ഞാൻ കാണുന്നില്ല എന്ന് കരുതി. ഓക്കെ, എനിക്ക് അദൃശ്യ കണ്ണുണ്ട്, ഞാൻ അവളെ അല്ലാതെ നോക്കും. എല്ലാവരും കണ്ണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഒരു 2 നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത്, ഒരു നാരങ്ങ എടുത്തിട്ട് പകുതി കട്ട് ചെയ്ത് വെക്കുക. നല്ല ഇളം മഞ്ഞ നിറത്തില് ചെറിയൊരു പച്ച കളറും കൂടെ ആ നാരങ്ങയുണ്ട്. പച്ചയും മഞ്ഞയും കൂടെ ചേർന്ന്, ഒരുപാട് പഴുക്കാത്ത എന്നാൽ ഒരുപാട് പച്ചയല്ലാത്ത നാരങ്ങ. ആ നാരങ്ങ നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി എടുത്തിട്ട് പതുക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. എന്നിട്ട് ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഉപയോഗിച്ച ആ കത്തിയിലും അതിനകത്ത് ആ നാരങ്ങയുടെ നീരൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ആ നാരങ്ങ പതുക്കെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നിങ്ങളുടെ ചുണ്ടിലേക്ക് വെക്കുന്നതായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ നാവിലേക്ക് ആ നാരങ്ങ പതുക്കെ പിഴിഞ്ഞെടുക്കും. നിങ്ങൾ പതുക്കെ അത് തൊട്ടിട്ട് അത് ഇറക്കണം. ആ നാരങ്ങയുടെ നീര് നിങ്ങൾ പതുക്കെ ഇറക്കി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഫീലാ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് പറയാമോ? കള്ളത്തരമൊന്നും പറയണ്ട, എല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്ത് ഫീലാ ചെയ്തത്? നല്ല സോർ. നല്ല പുളി അനുഭവപ്പെട്ടല്ലേ? കുറച്ചു പേർക്കെങ്കിലും ഒരു പുളിയുടെ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തോ? വായിൽ വെള്ളം, വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വായിൽ വെള്ളം വന്നോ അല്ലെങ്കിൽ പുളി വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ചേഞ്ചസ് എങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ആ നാരങ്ങയുടെ ആ ഒരു പുളിയായിട്ടോ അല്ല ഒരു നീരിന്റെ ഇതെങ്കിലും? വായിൽ വെള്ളം നിങ്ങൾ വന്നു. ആരെങ്കിലും Saliva. നിങ്ങൾ ആരെങ്കിലും നാരങ്ങ ഇപ്പൊ കഴിച്ചോ? ഇല്ല. പക്ഷെ ആ നാരങ്ങ കഴിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻ അല്ലെ, ആ ഒരു ഫീൽ അല്ലെ, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചിന്തയെ കണക്ട് ചെയ്തിട്ട് തലച്ചോറ് പറഞ്ഞു ഉമിനീര് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ. ഉമിനീര് കൊണ്ടുവന്നിട്ട് അവിടെ ആ നാരങ്ങ കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക്, അല്ലെ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇതായിട്ടുള്ളത് ഫീൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ വന്നപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് ആ ഒരു രീതിയിൽ വന്നു. ഇതേപോലെ തന്നെയാണ് ഫോബിയാസും. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് വരുമെന്ന് വിചാരിക്കത്തില്ല. ചിലപ്പം ഒരുപാട് ഫോബിയാസ് ഒക്കെ ഉണ്ട്. ചിലർക്ക് ബാത്റൂമിൽ പോകുന്ന സമയത്ത് കുറ്റി ഇട്ടുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ലോക്കായി പോവോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ലൈഫിൽ ഒരുപാട് ബാധിക്കും. പബ്ലിക്കിലേക്കുള്ള ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ബാധിക്കും. അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ വരും. ചിലപ്പം മഴയെ പേടിയുള്ളവരായിരിക്കും, ഇടിമിന്നലിനെ പേടിയുള്ളവരുണ്ടായിരിക്കും. ഒരുപാട് ടൈപ്പിലുള്ള ഫോബിയാസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചുരുങ്ങിയ സമയമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തത് ഇഷ്ടംപോലെ ഫോബിയാസ് ഉണ്ട്. അപ്പം ഈ ഫോബിയാസ് ഒക്കെ നമുക്ക് ലൈഫിൽ നമ്മുടെ ചിന്തകളെ കൊണ്ട് മാറ്റിയെടുക്കുക. എന്തായാലും ഒരു രാത്രി വെളുക്കുന്നിടം കൊണ്ട് നമ്മുടെ ഫോബിയാസ് എല്ലാം മാറ്റാൻ പറ്റില്ല. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് നമ്മുടെ ഫോബിയാസ് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഫോബിയാസ്, ഇന്നുള്ള ഏറ്റവും വലിയ ഫോബിയാസ് എന്താണെന്ന് പറയാമോ? എന്നാൽ ഫോബിയാസ് കാറ്റഗറിയിൽ ആരും ഉൾപ്പെടുത്താത്ത, വലിയ രീതിയിൽ നമ്മളെല്ലാവരും മുൻകരുതാത്ത, എന്നാൽ ഏറ്റവും വലിയ ഫോബിയ എന്താണെന്നറിയോ? ഈ പാമ്പുകളോടുള്ള ഭയം, അല്ലെങ്കിൽ ലിഫ്റ്റിനെ കയറാനുള്ള പേടി, അല്ലെന്നുണ്ടെങ്കിൽ ഇരുട്ടിനെ പേടി എന്നൊക്കെ പറയുന്നത് നിരന്തരം എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതലുള്ള ഭയം എന്താണെന്നറിയാം? ഫോബിയ. പറഞ്ഞേ നോക്കട്ടെ, ചാറ്റ് വഴിയും പറയാം, അതല്ല എങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് പറയാം. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഭയം എന്നുള്ള കാറ്റഗറി ഏതാണ്? കുട്ടികളെ കുറിച്ചുണ്ടല്ലോ സാറേ, രക്ഷിതാക്കൾക്ക്, അമ്മമാർക്കൊക്കെ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നവരെ ഒരു അത് ഫോബിയാസിന്റെ കാറ്റഗറി വരത്തില്ല. അത് നമുക്ക് ആവശ്യം വേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അത് നല്ലതാണ്. ചാറ്റിലൊന്നും കാണുന്നില്ല, ചാറ്റ് വഴിയും പറയാം. തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ. ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് വരും, പബ്ലിക് സ്പീക്കിംഗ്, അതെല്ലാം വരും. അതെല്ലാം ഇന്നത്തെ കാലത്ത് വരുന്നതാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫിയർ ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ അറിയാവുന്നവർക്കാ ഇന്നൊക്കെ അറിയാതെ. പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് വെബിനാറുകളൊക്കെ കാണും. അതിനകത്തൊക്കെ നമ്മൾ കേൾക്കുന്നതുമാണ് മരണഭയത്തെക്കാൾ വലിയ പേടിയുള്ളതാണെന്ന്. ഫോൺ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, ഇത് ഫ്രം മേരി അതൊരു അഡിക്ഷൻ കാറ്റഗറിയാണ്. അഡിക്ഷൻ, ലഹരി, അതുപോലെ തന്നെ ഫിയർ, ഫോബിയാസ്, ആങ്സൈറ്റി, ഇതെന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫിയർ, വറി വ്യത്യാസമുണ്ട്, ആങ്സൈറ്റി വ്യത്യാസമുണ്ട്, ഫിയർ വ്യത്യാസമുണ്ട്, ഫോബിയാസ് വ്യത്യാസമുണ്ട്. വറി എന്ന് പറയുന്നത് എന്താ? ഏത് കാറ്റഗറി വരും? വറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വറിയാവുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ എക്സാം എഴുതുന്നത് ഏതിനകത്താണ് വരുന്നത്? അത് ഫോബിയാണ്. എക്സാം ഫോബിയ എന്ന് പറയോ? ഇല്ല. എക്സാം ഫോബിയ എന്ന് പറയാം. എക്സാം ആങ്സൈറ്റിയാ പറയുന്നത്. എക്സാം ആങ്സൈറ്റിയാ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഫോബിയ കാറ്റഗറിയിലുള്ള ഒരു ഫോബിയ ആണ് നോമോഫോബിയ. കേട്ടിട്ടുണ്ടോ നോമോഫോബിയ? കേട്ടിട്ടില്ല അല്ലേ? മൊബൈൽ യൂസേജ്. യെസ്. ആരായിരുന്നു പറഞ്ഞേ? രഹന. രഹന. ഓക്കെ, താങ്ക് യു രഹന. നോമോഫോബിയ അതായത് മൊബൈൽ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ മൊബൈൽ കയ്യിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളെ പല ആൾക്കാരും. എവിടെ പോയാലും ഫോൺ കൊണ്ട് നടക്കുന്നത്, ചിലപ്പോൾ ഈവൻ ബാത്റൂമിൽ പോയാൽ പോലും ഫോൺ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഫോൺ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലർ പാനിക്കാവും. അയ്യോ, എൻ്റെ ഫോൺ എന്താ വെച്ചേ, ഫോൺ എവിടെ വെച്ചെന്നില്ലയോ? അത് ആ ഫോൺ നഷ്ടപ്പെടുന്ന ഒരു വാല്യൂ ഉള്ള ഒരു സാധനം നഷ്ടപ്പെടുന്നൊന്നുമല്ല, പക്ഷേ അവിടെ ഫോൺ ഇല്ലാത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു പേടിയാണ് നോമോഫോബിയ എന്ന് പറയുന്ന ഫോബിയ. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പാനിക്കാവും. പിന്നെ അതിനകത്ത് തന്നെ ഉണ്ട് ലോ ബാറ്ററി ഫോബിയ എന്ന് പറയും. ലോ ബാറ്ററി ഫോബിയ, 10% താഴെ ഫോണിന്റെ ബാറ്ററി ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് ഫോബിയ വരും. അയ്യോ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമല്ലോ, പെട്ടെന്ന് എനിക്ക് ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്യണമല്ലോ, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവുമല്ലോ. സ്വിച്ച് ഓഫ് ആയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്?
കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ ഒരു ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമായിരിക്കും, അതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാൻ പറ്റില്ല, ഫേസ്ബുക്ക് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് ജസ്റ്റ് ഫോൺ ഓഫ് ആയെന്നിരിക്കട്ടെ, അയ്യോ ഇപ്പം ആരൊക്കെ മെസ്സേജ് അയച്ചു കാണും, അയ്യോ ഇനി ആരൊക്കെ എന്നെ വിളിച്ചു കാണും, എനിക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ബ്ലൂ ടിക്ക് വീഴും, 2 ടിക്ക് വീഴും, പക്ഷെ അവർ റിപ്ലൈ തരുന്നില്ല. അപ്പം ഇവരെന്നെ മെസ്സേജ് കിട്ടിട്ടും എനിക്കൊരു റിപ്ലൈ ഇല്ല. അപ്പം ചിലരൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഓരോരുത്തരും എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇതും ഒരു കാറ്റഗറീസിലുള്ള ഫോബിയാണ്. നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലായിരിക്കും. ചിലപ്പം വീണ്ടും എടുത്തു വെച്ച് ഇങ്ങനെ ഫോൺ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. എത്ര പേര് സീൻ ചെയ്ത്, ഓ ഡബിൾ ടിക്ക് വീണു എന്നിട്ട് എനിക്ക് ഇതുവരെ റിപ്ലൈ തന്നില്ല. ആ സത്യത്തിൽ അവിടെ ആ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റിപ്ലൈ തന്നാൽ മതി. അല്ല അത്ര അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല. പക്ഷെ എങ്കിലും നമ്മൾ അവിടെ ഒരു ഫോബിയ വരും. ആ ഒരു കാറ്റഗറീസ് വരുന്നത് ഇന്നത്തെ കാലത്ത് പഴയതിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഫോബിയാസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ചിലർ ഫോബിയ എന്ന് പോലും തിരിച്ചറിയില്ല. നമ്മൾ വിചാരിക്കുന്ന ഫോബിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാമ്പിനെ കണ്ടാലുള്ള ഒരു ഇതാണ്. പിന്നെ കാണുമ്പോഴുള്ളതല്ല, ചില ഫോബിയാസ് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ പാമ്പിനെ കാണുന്നത് ആവശ്യമാണ് അല്ലേ? പാമ്പിനെ കാണുമ്പോൾ നമുക്കൊരു ഫോബിയ വരുന്നത് നമുക്കത് ആവശ്യമുള്ള ഫോബിയാണ്. പക്ഷേ പാമ്പിന്റെ കാണുമ്പോൾ ഉള്ള ഫോബിയ, അതേ ഫോബിയ TV കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അത് അവിടെ ആവശ്യമാണോ അല്ലയോ? അല്ല ആവശ്യമാണോ? അല്ല അല്ലേ? അല്ല TV അല്ല ഇരിക്കുന്ന പാമ്പ് നമ്മൾ ഒന്നും ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷെ എങ്കിലും നമുക്ക് അവിടെ പേടി വരുക. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ഫോബിയാസ് ഉണ്ട് എന്നും ആ ഫോബിയാസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നും അതെങ്ങനെ നമുക്ക് സൊല്യൂഷൻ വഴി അതിന് പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം കേട്ടോ. എല്ലാവരും ഇന്ററാക്ട് ചെയ്യണം, പറ്റുന്നവരൊക്കെ. സർ, ഈ എക്സ്പോഷർ തെറാപ്പിക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. ആ ആദ്യകാലത്ത് നമുക്ക് ഡോഗിന് ഭയങ്കര ഫിയർ ഉള്ള ആളുകളുണ്ട്, ഫോബിയ ഉള്ള ആ ആളുകളുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ഓക്കെ. സൈനോഫോബിയ. പക്ഷേ പണ്ട് കാലങ്ങൾക്ക് നമ്മൾ സ്ട്രേ ഡോഗ്സിനെ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല, റെയർ ആയിട്ടാ. പക്ഷെ ഇപ്പൊ ആ എല്ലായിടത്തും ഈ സ്ട്രേ ഡോഗ്സ് കോമൺ ആയി. അതുകൊണ്ട് ആ ഈ ഡോഗിന് ഫിയർ ഉള്ള ആളുകളെ എനിക്ക് തോന്നുന്നു അതൊരു കുറഞ്ഞു വരാൻ സാധ്യത ഉണ്ടെന്ന്. അതൊരു എക്സ്പോഷർ തെറാപ്പീന്റെ ഒരു സൈഡായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? യെസ്, തീർച്ചയായിട്ടും. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫോബിയാസ് ഒക്കെ നിരന്തരം നമുക്ക് അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പം ആനിമൽസിനെ പേടിയുള്ള വേറെ ഉണ്ട്. നമ്മളിപ്പം പാറ്റയെ പേടിയുള്ളവരുണ്ട്. ആ പാറ്റയെ പേടിയുള്ളവരെ നമ്മൾ ഇതേ കാറ്റഗറിയിൽ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഡോഗ്സിന്റെ കേസ് പറഞ്ഞു, അതേപോലെ എന്തായിരിക്കും പാറ്റയെ പേടിയുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ചെറിയ പാറ്റകളുടെ ഫോട്ടോസ് കാണിക്കുക. പിന്നെ ചത്ത പാറ്റ ഉണ്ടായിരിക്കുമല്ലോ, ചത്ത പാറ്റയെ അവരെ അവിടെ നിന്ന് എടുത്ത് കളയിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തെടുത്തിട്ടായിരിക്കും നമ്മൾ പോലും അറിയാതെ ഈ ഫോബിയ നമ്മളിൽ നിന്ന് പോകും. നേരത്തെ ഇതേപോലെ 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടപ്പം. അവര് വീട്ടില് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ സ്പൈഡർ ഉണ്ടല്ലോ, ചെലന്തി പേടിയായിരുന്നു. ചെലന്തി പേടിയായതുകൊണ്ട് വീട്ടിൽ എവിടെയെങ്കിലും ചെലന്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടില് ആ പാരൻസും അവരെല്ലാവരും എന്തായിരിക്കും ചെയ്യുന്നത്? ആ വീട്ടിലുള്ളവർ ആ കൊച്ചിന്റെ പേടി ഇതായതുകൊണ്ട് അവരെ സിറ്റുവേഷനായിട്ട് സെറ്റാക്കി പോയി. അവരത് എടുത്ത് മാറ്റും, ആ ഒരു പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതേസമയം ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ എവിടെ നോക്കിയാലും ഇതാണ്, എവിടെ ചെന്നാലും ഈ സ്പൈഡറിനെ കാണാൻ പറ്റുന്നു. പക്ഷെ എന്തോ ചെയ്തും ഈ വീട്ടുകാരെ ട്രീറ്റ് ചെയ്ത പോലെ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ട്രീറ്റ് ചെയ്യോ? ഇല്ല. അവർക്ക് ഇതറിയാം, ഫോബിയ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതനുസരിച്ചിട്ട് അതുവരെ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ കൊച്ചെന്ത് ചെയ്ത് പതുക്കെ പതുക്കെ ആദ്യത്തെ പേടിയൊക്കെ മാറി മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പതുക്കെ പതുക്കെ അത് മാറ്റിക്കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു കൊച്ചിന് ആ ഒരു പേടി മാറ്റി. അതേപോലെ നമ്മൾ എന്ത് സാഹചര്യത്തിനോടാണോ നമുക്ക് പേടിയുള്ളത് ആ പേടി പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക. ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ളവരെന്താ ചെയ്യേണ്ടത്? ആദ്യം കുറേ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് വലിയ വലിയ ലിഫ്റ്റിൽ കയറുക. ചെറിയ ഇടുങ്ങിൽ ലിഫ്റ്റിൽ കയറാതെ വലിയ ലിഫ്റ്റിൽ ഒക്കെ കയറുക. അതും ഒരിക്കലും ഒരു സ്ഥാപനത്തിലുള്ള ലിഫ്റ്റിനെക്കാട്ടിലും ഉപരി ചിലപ്പോൾ എയർപോർട്ടിലാകാം, അല്ലെങ്കിൽ വലിയ അവർ ആ വ്യക്തിയുടെ ഇപ്പം ഇതിനകത്ത് ലിഫ്റ്റിൽ കയറാൻ ആൾക്കാർക്ക് മടിയുള്ളവർക്കേ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവർ മനസ്സിൽ വിചാരിക്കുക, ഓക്കെ ലുലു മാളിലെ ലിഫ്റ്റിൽ കയറുക, എന്താണ് വിചാരിക്കുക? വലിയ സ്പേസ് ആയിരിക്കും. അതേപോലെ ലുലു മാളിലുള്ള ലിഫ്റ്റിൽ ഒരിക്കലും ഉറപ്പായിട്ടും അവിടെ സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവിടെ പ്രോപ്പർ മെയിൻ്റെനൻസ് ആയിരിക്കും. ഇവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ഈ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ഈ ലിഫ്റ്റ് നിന്ന് പോവുമോ, ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോവുമോ എന്നൊക്കെ ആയിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അപ്പം ആ ചിന്ത മാറ്റിയെടുക്കാനാണ്
ലുലു മാള് പോലുള്ള ഒരു ലിഫ്റ്റിൽ പ്രോപ്പർ സർവീസ് ആയിരിക്കും. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കാൻ ആൾക്കാർ വരും. അതുപോലെ തന്നെ ഗ്ലാസ്, ചിലപ്പോൾ 2 സൈഡിലേക്ക് ഗ്ലാസ് ഉള്ള ലിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ കയറി പതുക്കെ പതുക്കെ കയറി 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 കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു ഏരിയയിലുള്ള ലിഫ്റ്റ് യൂസ് ചെയ്യാനും അവർക്ക് പറ്റും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുക. ആ പറഞ്ഞോളൂ, ഇവിടെ സംസാരിച്ചേ. ഇനി നെക്സ്റ്റ് ആർക്കെങ്കിലും? സർ, ഈ സിംറ്റംസ് ഇല്ലാതിരിക്കോ സർ ഈ ഫോബിയ ഐഡന്റിഫൈ ചെയ്യാൻ? സിംറ്റംസ് നമുക്ക് കാണാതെ അങ്ങനെ ഉണ്ടാവോ? സിംറ്റംസ് കാണുമോ ഇല്ലയോ എന്നുള്ളതാണ്. എവിഡന്റ് അപ്പം ആയിരിക്കോ? സിംറ്റംസ് എവിഡന്റ് ആയിരിക്കോ? ഇത് സിംറ്റംസ് ആർക്കാണ്? വേറൊരാൾക്ക് ഫോബിയ ഉണ്ടെന്ന് അതെ, നമുക്ക് ദാറ്റ്സ് വാട്ട്. തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സിംറ്റംസ് ആണോ? ദാറ്റ്സ് വാട്ട്. രണ്ടും. ബിക്കോസ് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ഫോബിയ ഉണ്ട് എന്നുള്ളത് ചിലപ്പോ സിംറ്റംസ് ഇല്ലാതിരിക്കോ? അങ്ങനെ സിംറ്റംസ് ഇല്ലാതിരിക്കത്തില്ല. സിംറ്റംസ് ഇല്ലാതെ ചിലപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സിംറ്റംസ് ഒക്കെ അവർക്കുണ്ട് എങ്കിൽ അത് അവരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഇപ്പൊ ഏതൊരു സിറ്റുവേഷനോടാണ് ഇപ്പൊ അവർക്ക് ഫോബിയ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മക്കളുടെ ഫോബിയസ് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർക്ക് പാമ്പിനെ പേടിയുണ്ടോ എന്ന് നമുക്കറിയാം, കാര്യം അവർ സിംറ്റംസ് കാണിക്കും. അവർക്ക് പട്ടിയെ പേടിയോ ഡോഗ്സിനെ പേടിയുണ്ടോ എന്ന് അറിയാൻ പറ്റും, സിംറ്റംസ് കാണിക്കും. പൂച്ചയെ പേടിയോ ക്യാറ്റിനെ പേടിയോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ആ സിംറ്റംസ് കാണിക്കും. അവരുമായിട്ട് എവിടെയെങ്കിലും നമ്മൾ വിനോദയാത്രയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ടൈമിൽ അവർക്ക് ഹൈറ്റിനെ പേടിയുണ്ടോ എന്ന് അറിയാൻ പറ്റും, വെള്ളത്തിനെ പേടിയുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ എല്ലാം ആ ഒരു സിറ്റുവേഷനായിട്ട് എപ്പോഴാണോ ജോയിൻ ആയി പോകുന്നത് ആ സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവർക്ക് ആ ഒരു ഫോബിയ ഉണ്ടോ ഇല്ലയോ. ഒബ്സർവേഷൻ, അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ അവരുടെ ലൈഫിൽ അത് ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് തിരുത്തി കൊടുക്കുക, ബാധിക്കുന്നില്ല എങ്കിൽ വിട്ടുക. ഞാൻ പല ഇൽനെസ്സും ഉണ്ടല്ലോ സർ, അതിൽ സിംറ്റംസ് ഉണ്ടാവില്ല. അത് എക്സ്ട്രീം ആവുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മുടെ ഈ ഫോബിയയിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഐ എൻക്വയറി. ഫോബിയാസിന് അങ്ങനെ ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഫോബിയാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എനിക്കുള്ള ഫോബിയാസ് ചിലപ്പോൾ എൻ്റെ പാരൻസിന് അറിയത്തില്ല. പക്ഷെ അവർ കാര്യം ഞങ്ങൾ രണ്ടിടത്താണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ അവരോടൊപ്പം നിൽക്കുവാണെങ്കിൽ അത് അറിയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം മേഡം പറഞ്ഞപ്പോഴും ഓർത്തെ ഇൽനെസ് ഫോബിയ ഉണ്ട്, എനിക്ക് രോഗം വരുവോ എന്നുള്ളൊരു പേടി വെച്ചിട്ടുള്ള ഒരു ഫോബിയാസും ഉണ്ട്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുവോ എന്നുള്ളൊരു പേടിയുണ്ട്. ചിലപ്പം എങ്ങും വരത്തില്ലായിരിക്കും. അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ചിലപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാടിലേക്ക് പോകുന്നില്ല, ടൈം വളരെ ചുരുക്കമായതുകൊണ്ട്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ചന്ദ്ര മാം. യെസ് സർ. സർ, യു ഗേവ് എ വണ്ടർഫുൾ സെഷൻ, വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. And you had lot of confidence in your subject. I could feel. And ഇതുവരെ ഞാൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സാറുടെ ഈ ഒരു സെഷൻ കൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു സർ, എവിടെയും ഇന്ററപ്ഷൻ ഇല്ലാതെ you handled this session in a very best way. Thank you for the session sir. Thank you, Chandra ma'am. Thank you for your valuable feedback. Thank you. Anyone? At this point out, Sanish sir, my batchmate, he did a wonderful job in the intro. Congratulations, Sanish sir. Okay, congrats. Thank you, ma'am. Thank you, sir. ഓക്കെ, ഗ്രേറ്റ്. ആരെങ്കിലും സംശയങ്ങളുള്ളവർ ചോദിക്കാം. താങ്ക് യു അനസ് സർ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഫിയർ ആൻഡ് ഫോബിയ വളരെ ക്ലിയർ ആയിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ചാറ്റിലെ താങ്ക്സ് പറഞ്ഞ സഫ്ന, എല്ലാവർക്കും താങ്ക് യു. മേരി താങ്ക് യു. നസിയ താങ്ക് യു. അപ്പം ഫൈസൽ സാറേ, ആർക്കും മറ്റു സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ യെസ് ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വളരെയധികം സന്തോഷം. ഫിയർ ആൻഡ് ഫോബിയ ഒരു പക്ഷേ കുറെ ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അനസ് സാർ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തന്നു. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കേവലം ഒരു ലെക്ചർ ടൈപ്പ് എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും അതിൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒരു മനോഹരമായിട്ടുള്ള PPT ഒക്കെ തയ്യാറാക്കി കുറച്ചുകൂടി വിഷ്വലി നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന രൂപത്തിലാണ് അനസ് സാർ വളരെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്.
അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സെഷൻ ലീഡ് ചെയ്ത അനസ് സാറ് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളോട് സംവദിച്ച സനീഷ് സാർ, ഇരുവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേര്, ഒത്തിരി പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ക്രിസ്മസ് അവധിയായിട്ട് പോലും എല്ലാവരും ഈ ഒരു സെഷനിലേക്ക് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ചന്ദ്ര മാം, രഹന മാം, അതേപോലെ തന്നെ ഫജറുന്നീസ മാം, അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇന്ററാക്ട് ചെയ്തു. അപ്പൊ അതിലുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മളുമായിട്ട് സംവദിക്കും. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. Yes, Merry Christmas to Happy everyone. Christmas. Happy Yeah. Christmas. Good night. Thank you Good night. so much. Good night. Good night, sir. Good night.